ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിത് ഓവനിലോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്നേ ഇല്ല, ആവിയിൽ വെക്കുന്നേ ഇല്ല കേട്ടോ. ഞാനിത് ഫ്രൈ പാനിലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. ഒരു ബൗളിൽ 2 കപ്പ് മൈദ ഒന്ന് അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറവാവരുത് കേട്ടോ. അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് പൊടി ചേർത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 1/4 ഭാഗം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, മുഴുവനായിട്ട് തേക്കണ്ട, 1/4 ഭാഗം തേച്ചിട്ട് ഇതുപോലെ പൊടി വിതറുക. എന്നിട്ട് ബട്ടർ തേക്കാത്ത ഭാഗം ആദ്യം ഉള്ളിലോട്ട് മടക്കിയിട്ട് വീണ്ടും മറ്റേ ഭാഗം മുകളിലോട്ട് മടക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മടക്കിയ ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ്. ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോഴത്തേനും ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എണ്ണയിലൊക്കെ ഇടുന്നിട്ട് ഒന്ന് തിളക്കുമ്പോഴത്തേനും ഇതിലോട്ട് ഒരു 3 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മസാല വേണം, കാരണം ഇതിൽ ഫില്ലിങ് അത്യാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളി എടുത്തോളൂ. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 3 സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നല്ല പോലെ വാടിയ ശേഷം ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും ചേർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തക്കാളി വളരെ ചെറുതൊന്നാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം അതിൻ്റെ നീരിറങ്ങിക്കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആവും. അതാണ് വളരെ കുറച്ച് മതി. ഇനി നിങ്ങൾ ഇഷ്ടമാണ് ചേർക്കുന്നുണ്ടെങ്കിലും വളരെ ചെറുത് മാത്രമേ എടുക്കുക, ഒരുപാട് അങ്ങ് ചേർക്കരുത്. ഞാൻ വളരെ ചെറിയതൊന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ പുളിയും കൂടും, ഒപ്പം അതിലെ വെള്ളം ഇറങ്ങും. അപ്പോൾ വളരെ കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിലോട്ട് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് നല്ല പോലെ ഒന്നും കൂടി വാടിക്കോട്ടെ. അപ്പോൾ ഞാനിതിലോട്ട് മല്ലിയിലയാണ് കേട്ടോ ലാസ്റ്റാണ് ചേർക്കുന്നത്. വേപ്പിൻ്റെ ഇല എടുത്തിട്ടില്ല, വേപ്പിൻ്റെ ഇല ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കിയിട്ട് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിതിലോട്ടൊരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരിയുടെ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞ മുളക് പൊടി ആവുമ്പോൾ 1 ടീസ്പൂണ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ഇട്ടുകൊടുത്താൽ മതി, അത്യാവശ്യം എരിവുണ്ടാവും. ഇതും കൂടി നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇതിലോട്ട് ലാസ്റ്റായിട്ട് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഡോ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അത് നിർത്തിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഞാനിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് ഞാനിത് 2ആയിട്ടൊന്ന് മടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ നീളത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ മടക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സ്ക്വയറിൽ പരത്തിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ 1/4 ഭാഗം ബട്ടർ തേക്കുക, എന്നിട്ട് കുറച്ച് പൊടി തൂവി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അങ്ങനെ മടക്കുക, തേക്കാത്ത ഭാഗം ഉള്ളിലോട്ട് മടക്കുക, എന്നിട്ട് പിന്നെ തേച്ച ഭാഗം മറ്റേ പുറത്തോട്ട് മടക്കിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ കാണുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിളാണ്. പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് കാണുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം, എങ്കിലേ നമുക്ക് വൃത്തിയായിട്ട് അതിൻ്റെ മുകളിൽ തേക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാനൊരു 1/4 ഭാഗം തേച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ശരിക്ക് നമ്മളൊരു 3 തവണയെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൂന്നാമത്തെ തവണ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഷീറ്റിന് വേണ്ടിയിട്ടുള്ളത് പരത്തേണ്ടത്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഓരോ തവണ ബട്ടർ ചേർക്കുമ്പോഴും അത്രയും സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഷീറ്റ്. അപ്പോൾ അതൊന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പരത്താനും അതുപോലെ തന്നെ അത് ആ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കണേ. ഇതുപോലെ ഞാൻ വീണ്ടും ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല, ഞാൻ വീണ്ടും അങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, പക്ഷേ ഒരു തവണ നിങ്ങൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. ഫസ്റ്റ് ടൈമിലെങ്കിലും നിങ്ങളൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഈ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യാണ്. ബട്ടർ തേച്ച് കൊടുത്തിട്ട് വീണ്ടും മടക്കുക, ഇങ്ങനെ പൊടി തൂവിയിട്ട് മടക്കി കൊടുക്കുക. ഇനി ഇത് പരത്തിയിട്ട് ഷീറ്റുകൾ റെഡിയാക്കാം. ഇതിൻ്റെ സംസാരം എല്ലാം കൂടെ കേട്ടിട്ട് നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ബാക്ക് അടിച്ച് പോവരുത് കേട്ടോ. മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുഴുവനായിട്ട് നേരെ നീറ്റായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ പോരാത്തതിന് ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോസിനെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാവും. ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജസ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 തവണയാണ് കേട്ടോ ഈ ബട്ടർ തേച്ചിട്ടുള്ള പ്രോസസ്സ് 3 തവണയെങ്കിലും ചെയ്യണം. എങ്കിലല്ലേ നമുക്ക് ആ ലെയറായിട്ടും കറക്റ്റ് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ബട്ടറിന് പകരം വേറെ എന്തെങ്കിലും ചേർക്കാവോ എന്ന് സംശയമുള്ളവർ പലരും ഈ കൂട്ടത്തിലുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്തിട്ട് ഉണ്ടാക്കാം, ഉള്ളിൽ എണ്ണ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന രുചിയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ ഉള്ളിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മുട്ട മറിച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഓരോ ഷീറ്റും ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി ഒന്നിങ്ങോട്ട് വലിച്ചിട്ട് നീട്ടുക, എന്നിട്ട് നടുവിൽ മസാല വെക്കുക, എന്നിട്ട് ഇതുപോലെ മുട്ട മറിച്ച് വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് തന്നെയാണ്, ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഞാൻ ഓരോന്നല്ല ഒരു 3 എണ്ണം വെച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യരുത് നിങ്ങൾ. ഡീപ്പ് ഫ്രൈ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ഇതിൻ്റെ ഉള്ളിലോട്ട് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറും. ഇതുപോലെ മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ടും സൈഡുകളൊക്കെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ പതുക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഹെവി ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യത്തിൽ മുഴുവനായിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ല, അതാണ് ഞാൻ നേരെ കാണിക്കാത്തത്. അപ്പോൾ ഒന്നിൻ്റെ വീഡിയോ മാത്രമേ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റിൽ കാണിച്ചത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളറായി എന്ന് തോന്നുമ്പോൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്